So today's question is divide a circle of radius 4 cm into 6 equal parts. So നമ്മുടെ കോമ്പസ് എടുക്കുക, സ്കെയിലിൽ നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റായി എടുക്കണം. ഇപ്പോൾ റേഡിയസ് 4 സെൻറ്റിമീറ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോമ്പസിൽ 4 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്, ഒരിക്കലും 8 എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ റേഡിയസ് 4 എന്ന് പറയുമ്പോൾ ഡയമീറ്ററാണ് 8 വരിക. നേരെ മറിച്ച് ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ 4 ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 4ൻ്റെ പകുതി 2 ആണല്ലോ, ആ 2 എടുത്തിട്ടാണ് നിങ്ങൾ സ്കെയിലിൽ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 4 ആണ് റേഡിയസ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 4, അതായത് നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ 4 കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുക. അപ്പോൾ പെൻസിൽ ഷാർപ്പായിരിക്കണം, എങ്കിലേ നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റൂ. അതുപോലെ നമ്മൾ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും പെൻസിലിൻ്റെ ടിപ്പും അതുപോലെ കോമ്പസിൻ്റെ ടിപ്പും ഒരേപോലെ നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സർക്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 6 പാർട്സ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാണ്, സെൻറ്റർ പോയിൻ്റ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ആ ഒരു സർക്കിളിൻ്റെ എഡ്ജ് വരെയാണ് 4 സെൻറ്റിമീറ്റർ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് ലൈന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പെന്നാണ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഫുൾ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 6 ഈക്വൽ പാർട്സ് ആണ്, നമുക്കത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6 × 6 ആണ് 36 അല്ലേ. അപ്പോൾ നമുക്ക് 60 ഡിഗ്രിയാണ് വരിക, എന്ന് വെച്ചാൽ 60യുടെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താലാണ് 360 വരിക. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയറിൽ 60 ഡിഗ്രി ആംഗിൾ എവിടെ വരുന്നത്, അതാ ഈ കാണുന്ന പോർഷനിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ലൈന് കറക്റ്റാക്കി വെക്കണം, സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് ആദ്യം നമുക്ക് ബേസ് ലൈന് വരയ്ക്കണം, റേഡിയസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ആ ബേസ് ലൈനിൽ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ സെൻറ്റർ പോയിൻ്റ് ആ ആംഗിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി വരയ്ക്കുക. അപ്പോൾ എൻ്റെ സെറ്റ് സ്ക്വയറിൻ്റെ എഡ്ജ് കുറച്ച് ഷാർപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കുന്നുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഇനി ആ ആംഗിൾ 60 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ലൈന് വരയ്ക്കണം. അപ്പോൾ ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം. നമുക്ക് എന്തായാലും ആ ലൈൻ അതുപോലെ ഡയമീറ്റർ ആക്കി അങ്ങോട്ട് താഴോട്ട് വരെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു ആംഗിൾ എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വരച്ച റേഡിയസ് ഉണ്ടല്ലോ ബേസ് ലൈന്, അത് നമ്മൾ ഡയമീറ്റർ ആയിട്ട് തന്നെ മറ്റേ എഡ്ജിലോട്ടും നീട്ടി വരയ്ക്കും. അപ്പോൾ എന്തായാലും അത് എപ്പോഴും സ്കെയിൽ ശരിയാതെ നോക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ 60 ഡിഗ്രി മെഷർ ചെയ്ത് നമ്മൾ വരയ്ക്കണം. അപ്പോൾ സെറ്റ് സ്ക്വയർ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബേസ് ലൈൻ നമ്മൾ രണ്ടാമത് വരച്ച ലൈൻ ഉണ്ടല്ലോ, അതാണ് ബേസ് ലൈൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ലൈൻ വരയ്ക്കുക, അത് താഴോട്ട് തന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കുമ്പോൾ എളുപ്പത്തിൽ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 6 ഈക്വൽ പാർട്സ് ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ 3 ഈക്വൽ പാർട്ട് കിട്ടിയിട്ടുണ്ട്, അതുപോലെ താഴെയും 3 ഈക്വൽ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 6 ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട്, എന്ന് വെച്ചാൽ 60 ഡിഗ്രിയുടെ ഈക്വൽ പാർട്സ്. അപ്പോൾ എക്സാമിന് 60 ഡിഗ്രി ഒന്നും ചോദിക്കില്ല. നമുക്കിനി സർക്കിളിന് 4 ഈക്വൽ പാർട്സ് ആക്കണം. അപ്പോൾ സെയിം 4 സെൻറ്റിമീറ്ററുള്ള റേഡിയസ് ആണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് സെയിം സർക്കിൾ എന്ന് വെച്ചാൽ രണ്ടാമത് വരച്ച സർക്കിളിൽ 4 ഈക്വൽ പാർട്സ് ആക്കണം. ഫസ്റ്റ് ബേസ് ലൈന് വരയ്ക്കണം. സെൻറ്റർ പോയിന്റിൽ നിന്നും ഒരു സൈഡിലോട്ട് ബേസ് ലൈന് വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ 4 ഈക്വൽ പാർട്സ് മതി. ഇവിടെ ഡയമീറ്റർ ആയിട്ട് തന്നെയാണ് അത് വരയ്ക്കുന്നത്, കാരണം എല്ലാം സൈഡ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഏത് സെറ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത് കണ്ടെത്തണം. അപ്പോൾ 360 ഡിഗ്രിയാണ് ടോട്ടൽ ആംഗിൾ ഓഫ് എ സർക്കിൾ, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 × 9 ആണ് 36 വരുന്നത്, എന്ന് വെച്ചാൽ 90 × 4 ആണ് 360 വരിക. അപ്പോൾ നമുക്കിവിടെ എടുക്കേണ്ടത് 90 ഡിഗ്രിയുടെ ആംഗിളാണ്. അപ്പോൾ സെറ്റ് സ്ക്വയറിൽ 90 ഡിഗ്രി ആംഗിൾ വരുന്ന സെറ്റ് സ്ക്വയർ ഏതാണ്, നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതാണ് 90 ഡിഗ്രി വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ആ എൽ ഷേപ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ സെറ്റ് സ്ക്വയർ വയ്ക്കാൻ. അപ്പോൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് ആ ബേസ് ലൈൻ ആക്കി എടുക്കുക, എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് വരയൊന്നും ചെരിയാതെ നമ്മൾ ഒരു 90 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യണം.
ഓക്കെ, എക്സാമിന് എന്തായാലും 9 ഡിഗ്രിന്നോ 60 ഡിഗ്രി ഒന്നും ചോദിക്കില്ല, നിങ്ങളോട് ഈക്വൽ പാർട്സ് ആക്കാനേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്താ 4 പാർട്സിലാക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡയമീറ്ററായി താഴോട്ട് വരച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ 4 ഈക്വൽ പാർട്സ് ആക്കി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഡയമീറ്ററായിട്ട് വരയ്ക്കുകയാണ്. 4 ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 9 ഡിഗ്രി ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസ് ലൈൻ വെച്ചിട്ട് ആ ആംഗിൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. കറക്റ്റായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സെറ്റ് സ്ക്വയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ആംഗിൾ കറക്റ്റ് സെൻറ്ററിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴേ ലൈന് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി താഴെയുള്ള ആ ഒരു ആംഗിളും എന്ന് വെച്ചാൽ ആ ഒരു പാർട്ടും കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ സെറ്റ് സ്ക്വയർ തിരിച്ച് വയ്ക്കുന്നുണ്ട്, അതാണ് ഒന്നുകൂടി എനിക്ക് എളുപ്പം. അപ്പോൾ ഇങ്ങനെയും ചെക്ക് ചെയ്യാം. കറക്റ്റായിട്ട് നമുക്ക് 4 ഈക്വൽ പാർട്സ് കിട്ടിയിട്ടുണ്ട്.